ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1240 ദിവസമായി ഇന്ന് 2024 ഒക്ടോബർ മാസം 6-ാം തീയതി ഞായറാഴ്ച. 1200-ാം ആണ്ട് കന്നിമാസം 20-ാം തീയതി. ഗുരുവചനങ്ങളിലൂടെ ശുദ്ധവായു, ശുദ്ധ ആഹാരം, ശുദ്ധജലം എന്നിവ കൊണ്ടും കൈകാലുകൾ തുടങ്ങിയ അവയവങ്ങളെ ശുദ്ധിപ്പെടുത്തിയും ദേഹശുദ്ധി വരുത്തണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ 366 മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ദേഹശുദ്ധി എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ശുദ്ധവായു, ശുദ്ധ ആഹാരം, ശുദ്ധജലം എന്നിവ കൊണ്ടും കൈകാലുകൾ തുടങ്ങിയ അവയവങ്ങളെ ശുദ്ധിപ്പെടുത്തിയും ദേഹശുദ്ധി വരുത്തണം. കുളിച്ച് വൃത്തിയായി അലക്കിയെടുത്ത നല്ല വസ്ത്രങ്ങൾ ധരിച്ചു വരുന്ന ഒരുവൻ മലിനവും ദുർഗന്ധപൂരിതവുമായ വായുവാണ് ശ്വസിക്കുന്നതെങ്കിൽ ദേഹശുദ്ധി ഇല്ലാതാവും. പഴയതോ കെട്ടതോ വിഷാംശമുള്ളതോ ലഹരി പിടിപ്പിക്കുന്നതോ ദേഹനിലയ്ക്ക് ചേരാത്തതോ ആയ ആഹാരം ഭക്ഷിച്ചാലും ദേഹത്തിൻ്റെ ശുദ്ധി നഷ്ടപ്പെടും. മലിനമോ മലിന വസ്തുക്കളുമായി സംബന്ധപ്പെട്ടതോ ആയ ജലം കുടിച്ചാലും ദേഹശുദ്ധി നിലനിൽക്കുകയില്ല. അതുകൊണ്ട് ശരീരശുദ്ധിക്ക് നല്ല വായുവിൻ്റെയും ശുദ്ധമായ ജലത്തിൻ്റെയും വൃത്തിയുള്ള സാത്വികാഹാരത്തിൻ്റെയും അനുഭവം ഒഴിച്ചുകൂടാനാവാത്തതാണ്. ശരീരാവയവങ്ങളിൽ വേഗം അഴുക്ക് പുരളുന്നത് കൈകാലുകളാകയാൽ അവ കൂടെ വൃത്തിയാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മലമൂത്ര വിസർജനം നടത്തുമ്പോഴെല്ലാം ശുദ്ധജലം കൊണ്ട് കഴുകി ദേഹശുദ്ധി നിലനിർത്തണം. ലൗകിക ജീവിതത്തിൽ എന്തെല്ലാം സ്ഥാനമാനങ്ങളും വിദ്യയും സമ്പത്തുമൊക്കെ ഉണ്ടായിരുന്നാലും ഒരാളിൻ്റെ സാന്നിധ്യവും അടയാളവുമായിരിക്കുന്നത് അയാളുടെ ശരീരമാണ്. ദേഹശുദ്ധിയുള്ളവരോട് മറ്റുള്ളവർക്ക് അടുപ്പവും ദേഹശുദ്ധിയില്ലാത്തവരോട് അകൽച്ചയും ഉണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് ദേഹശുദ്ധി കൃത്യമായി പാലിക്കപ്പെടണം. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.